അവരെ ഇതുവരെ നിയമിച്ചത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണസമിതിയാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ തൊഴിലിന് ആവശ്യമായ ആളുകളെ നിയമിച്ചുകൊണ്ട് നഗരവാസികളെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയ്യേണ്ടത്. ഇത് ചെയ്യാൻ വേണ്ടി മുനിസിപ്പാലിറ്റി തയ്യാറാവുന്നുണ്ടോ? തയ്യാറായിട്ടില്ല എന്ന് കാണുക. അപ്പോ നിലവിലുള്ള തൊഴിലാളികൾക്ക് അവർ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ടും അവർക്ക് ജോലി ചെയ്യേണ്ടവരാണ്. അവർക്ക് അധികമായി ജോലി ചെയ്യേണ്ടവരാണ്. ഈ ചെളിയിലും ചേരിയിലും ദുർഗന്ധപൂർണമായിട്ടുള്ള സ്ഥലത്തുമെല്ലാം ചെന്ന് ഈ മാലിന്യ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ തൊഴിലാളികൾ ആ തൊഴിൽ അവർ ചെയ്തു കഴിഞ്ഞാൽ പോലും അവിടെ ബാക്കിയുള്ള അവിടെ ചെയ്യേണ്ട തൊഴിൽ തീരുന്നില്ല. ആ തീരാൻ വേണ്ടി ആവശ്യമുള്ള തൊഴിലാളികൾ നിയമിക്കുവാൻ വേണ്ടി ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി തയ്യാറാകുന്നില്ല പ്രശ്നം കൂടി ഇവിടെ വളരെ ഗൗരവപ്പെട്ടതാണ്. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ച പോലെ തൊഴിലാളികൾക്ക് യൂണിഫോം കൊടുക്കണം. ഈ മാലിന്യ മേഖലയ്ക്ക് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് യൂണിഫോം കൊടുക്കണം. അവർക്ക് ചെരുപ്പ് അടക്കമുള്ള പാദരക്ഷകൾ വാങ്ങിച്ചു കൊടുക്കണം. അവരുടെ ശരീരവൃത്തിയാക്കുന്ന ആവശ്യമായിട്ടുള്ള ഈ ശുചീകരണപരമായ കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. ഇതൊക്കെ നിർവഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ അതെല്ലാം വേണ്ട വിധത്തിൽ ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാൻ കഴിയും.